കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 20 ശ്ലോകം 20 നമ്മൾ ചെയ്ത് നിർത്തിയല്ലേ. അതിലെന്താ പറഞ്ഞാൽ വെച്ചാൽ മനസ്സിൽ സത്വഗുണം വർദ്ധിപ്പിക്കുമ്പോൾ, അതായത് മനസ്സിനെ എങ്ങനെ അവിടെ ഇഷ്ടം പോലെ അലഞ്ഞു നടക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതെങ്ങനെയാണ് സാധിക്കുക വെച്ചാൽ മനസ്സിൽ സത്വഗുണം വർദ്ധിച്ചാൽ രജോ ഗുണം തമോ ഗുണമൊക്കെ കുറഞ്ഞ് സത്വഗുണം വർദ്ധിക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ നമ്മുടെ ബുദ്ധി തന്നെ മനസ്സിനെ നിയന്ത്രിക്കും. മനസ്സ് പോയാലും ബുദ്ധി പറയും അത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞിട്ട് ബുദ്ധി തന്നെ, അല്ലെങ്കിൽ അതിന് ഇഷ്ടമല്ല എന്നല്ല, അത് നല്ലതല്ല എന്ന് ബുദ്ധി തന്നെ മനസ്സിനെ നിയന്ത്രിച്ച് ഈ പരമാത്മസ്വരൂപത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ സത്വഗുണം വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ 21 പോകണു. ഏഷ വൈ പരമോ യോഗോ മനസ സംഗ്രഹ സ്മൃത ഹൃദയജ്ഞത്വമന്വിച്ഛൻ ദമ്യസ്യേവാർവതോ മുഹു. 21 എന്താണ്? ദമ്യസ്യ അർവതഃ എന്ന് പറഞ്ഞാൽ എന്താ? ദമം വെച്ചാൽ പിന്നെ എന്താണ്? ഇന്ദ്രിയ നിങ്ങളെ അടക്കലാണല്ലോ. അപ്പോൾ ദമം എന്ന് പറഞ്ഞാൽ അടക്കപ്പെട്ട അർവത പറഞ്ഞ ഈ കുതിരയെ ഹൃദയജ്ഞത്വം മുഹു ഇവ, തൻ്റെ ഇഷ്ടം പോലെ, അതായത് ഹൃദയജ്ഞം എന്ന് പറഞ്ഞാൽ ഹൃദയം എന്താ പറയണ വെച്ചാൽ, അതായത് തൻ്റെ ഇഷ്ടം പോലെ ആ കുതിരയെ പോവാൻ, പിന്നെ കുതിരപ്പുറത്തിരിക്കുന്ന ആളെ കുതിരയെ ഇഷ്ടം പോലെ പോവാൻ പല പ്രാവശ്യം ആദ്യം കുതിരയെ കുറച്ച് അനുസരിക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ നമ്മൾ കുതിരയെ നമ്മളെ പാട്ടിലാക്കണം കുറച്ചൊക്കെ ആദ്യം. അതാണ് പറയണത്. കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള ആൾ കുതിരയെ നിയന്ത്രിക്കാനായിട്ട് കുറച്ച് പ്രാവശ്യമൊക്കെ കുതിരയുടെ ഇച്ഛ പോലെ, അതിൻ്റെ ഇഷ്ടം പോലെ ഒന്ന് നിന്നു കൊടുത്തിട്ട് പിന്നീട് ഈ കുതിര പുറത്തിരിക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് സവാരി ചെയ്യാൻ സാധിക്കും. അതുപോലെ മനസഹ സംഗ്രഹ ഏഷ, അതുപോലെ മനസ്സിനെ കുറച്ചൊക്കെ ഒന്ന് വിടാനനുസരിച്ച് മനസ്സിനെ പതുക്കെ പാട്ടിലാക്കി അതിനെ അടക്കണം എന്നാണ് പറയണത്. കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള ആദ്യം കുതിരയെ കുറച്ച് അങ്ങടോ വിചാരിക്കുന്ന ഡയറക്ഷനിലാണ്ട് പോയാലും അതിനെ അനുസരിച്ച് പോയി പതുക്കെ ശരിയായ ഡയറക്ഷനിൽ കുതിരയെ കൊണ്ടുവരുന്ന പോലെ മനസ്സിനെ നമ്മൾ പിന്നെ എന്താണ്, അതിൻ്റെ ഇഷ്ടങ്ങളെ കുറച്ചൊക്കെ അനുസരിച്ചിട്ട് പതുക്കെ അതിനെ അടക്കിക്കൊണ്ടിരണം. പരമഹ യോഗ, വളരെ ശ്രേഷ്ഠമായ യോഗം എന്ന്, അങ്ങനെ ചെയ്യണതാണ് വളരെ ശ്രേഷ്ഠമായ യോഗം എന്ന് സ്മൃത കരുതപ്പെടുന്നത്, അതായത് വിചാരിക്കണം. ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ ഈ മനസ്സിൻ്റെ ഈ നിരോധം, മനസ്സിന് അതായത് ചിത്തവൃത്തി നിരോധമാണ് ശരിക്കും യോഗം എന്ന് പറഞ്ഞാൽ തന്നെ. എല്ലാ ചിത്തവൃത്തികളെ നിരോധിക്കലാണ് യോഗം, ചിത്തവൃത്തി നിരോധം എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ തന്നെയല്ലേ. ഇതിനെ സാധിക്കും എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ അത്രയ്ക്കൊന്നും നിയന്ത്രണം ഇല്ലാത്തൊരു കുതിര ആദ്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇത് കുതിര കിട്ടിയിട്ടോ ചോട്ടെ, ഈ കുതിരക്കാരൻ്റെ നിയന്ത്രണത്തിൽ പൊക്കോളണമെന്നില്ല. അപ്പോൾ നിയന്ത്രണം മുഴുവൻ കിട്ടിയിട്ടില്ലാത്തൊരു കുതിരയെ തൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് പതുക്കെ തൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് ആ കുതിരയെ നിയന്ത്രിക്കാൻ ആഗ്രഹമുള്ളൊരു കുതിരക്കാരൻ എപ്രകാരം പതുക്കെ കടിഞ്ഞാണ് പിടിച്ച് കുറേശ്ശെയായി നിയന്ത്രിച്ചിട്ട് തൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവരുന്നുവോ, അതുപോലെ ഈ അധ്യാത്മസാധകൻ മനസ്സിനെ പതുക്കെ കുറേശ്ശെ അതിൻ്റെ ഇഷ്ടം സമ്മതിച്ച്, എന്നാൽ അധികം സമ്മതിക്കാണ്ട് പതുക്കെ നിയന്ത്രിച്ച് കൊണ്ട് തന്നെ നമ്മളെ അതായത് പിന്നെ പരമാത്മ സ്വരൂപത്തിലേക്ക് നയിക്കണം എന്നാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് അങ്ങനെ പറ്റില്ല, ഇത് നല്ല ശ്രമം വേണം, നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണം. അപ്പോൾ ഒരു കുതിര മേടിച്ചോ, കുതിരക്കാരനെ ശീലമായിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ കുതിരക്കാരൻ ശീലമാവണവരെ കുതിര കുറേശ്ശൊക്കെ പറഞ്ഞത് കേൾക്കാതെ വേറെ ഡയറക്ഷനിലൊക്കെ പോയാൽ കുറച്ചൊക്കെ സമ്മതിച്ചിട്ട് പിന്നെ ഈ കടിഞ്ഞാണ് വലിച്ച് പതുക്കെ, എന്നാൽ ഭയങ്കരമായിട്ട് വലിച്ച് തന്നെ വേദനിപ്പിക്കുകയും ചെയ്യരുത്, പതുക്കെ നല്ല അനുനയത്തോടു കൂടി വലിച്ച് ആ സാരഥിയുടെ കീഴാക്കുന്ന പോലെയാണ് ബുദ്ധി.
മനസ്സിനെ പതുക്കെ പതുക്കെ നിയന്ത്രിച്ച് കംപ്ലീറ്റ്ലി മനസ്സിനെ നിയന്ത്രിച്ച് പരമാത്മസ്വരൂപത്തിലേക്ക് നയിക്കണം. അതന്നെയാണ് ശരിക്കും ഒരു യോഗം എന്ന് പറയുകയാണ്. അതങ്ങനെ ചിത്തവൃത്തി നിരോധം ചെയ്യണത് തന്നെയാണ് യോഗം. ഏഷവൈ പരമോ യോഗോ, അതാണ് ഏറ്റവും പരമായിട്ടുള്ള യോഗം. ഏതാ? ചിത്തവൃത്തി നിരോധം. പിന്നെ ചിത്തത്തിലൊന്നുമില്ല, മനസ്സടങ്ങിയാൽ പിന്നെ വളരെ എളുപ്പമാണെന്നല്ലേ പറയണത് അല്ലേ? വാക്കും നമ്മളിതിനു മുമ്പ് പറഞ്ഞുവല്ലോ, വാക്കും ദേഹവും അല്ല, വാക്കും ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങണം. എന്നാൽ പിന്നെ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ. കാരണം അപ്പോൾ മനസ്സിൽ ഈ സങ്കല്പ വികല്പങ്ങളില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഇതുപോലെയാണ്, എന്താണ്, തേനോ നെയ്യോ ഒഴിക്കണ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാനിലേക്ക് പ്രവഹിക്കും. അതാണ് പറയണത് കേട്ടോ. ഏഷവൈ പരമോ യോഗോ മനസ സംഗ്രഹ സ്മൃത ഹൃദയജ്ഞത്വ മന്വിച്ഛൻ ദമ്യസേവാർവതോ മുഹു. ആനെ കുതിരെ നിയന്ത്രിക്കണ പോലെ നിയന്ത്രിച്ചു കൊണ്ടുവരണം. ഇനി 22. സാഖ്യേന സർവഭാവാനാം പ്രതിലോമാനുലോമതഃ ഭവാപ്യയാവനുധ്യായേൻ മനോ യാവത് പ്രസീദതി. മനഃ പ്രസീദതി യാവത്, മനസ്സ് ഇതുപോലെ ചിത്തവൃത്തി നിരോധം കൊണ്ട് പൂർണ്ണമായും നിശ്ചലമാകുന്നത് വരെ, സാഖ്യേന ഇങ്ങനെ തത്വവിചാരത്താൽ, സർവഭാവാനാം അതായത് മഹത്വത്വം തുടങ്ങി ദേഹം വരെയുള്ള ഭവാപ്യയൗ അതിൻ്റെയൊക്കെ സൃഷ്ടിയും നാശത്തിനെയും പ്രതിലോമാനുലോമതഃ അനുലോമ പ്രതിലോമ ക്രമത്തിൽ അനുധ്യായേത് ധ്യാനിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ, ഈ തത്വവിചാരം ചെയ്ത് സർവഭാവങ്ങളുടെയും അതായത് തത്വവിചാരം ചെയ്തിട്ട് എങ്ങനെയാണ് ആദ്യം മായെന്ന് മഹത്തത്വം ഉണ്ടായത്, പിന്നെ എങ്ങനെയാണ് പിന്നെ അഹങ്കാരം, മൂന്നഹങ്കാരം, അതിന്ന് ഈ പ്രപഞ്ചം മുഴുവനെയും അങ്ങനെ അത് ഉണ്ടാവണതും അത് കഴിഞ്ഞ് അതെങ്ങനെ നശിക്കണമെന്നും ഒക്കെ മനസ്സ്, നമ്മുടെ മനസ്സ് ഇതന്നെ ആലോചിക്കുക. എങ്ങനെ നശ്വരം ആണ് ഇതോന്നേ, എങ്ങനെയാണ് ആദ്യം ഉണ്ടാവണത്, എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നുണ്ടായി കുറേ കാലം പ്രപഞ്ചം നിന്നത് നശിക്കുന്നു. അങ്ങനെ നമ്മൾ തത്വവിചാരം ചെയ്ത് മനസ്സ് നിശ്ചലമായിട്ട് തീരുന്നത് വരെ നിരന്തരം ഇങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. ആ ഒരു അതിനെ ഹോൾ സൃഷ്ടിസ്ഥിതി സംഹാരവും അതിൻ്റെ നശ്വരതയും പറ്റി ചിന്തിക്കണം. ഈ ചിന്ത കൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ, നമുക്ക് ബാക്കി ചിന്തകൾക്ക് വരാൻ സമയമില്ല. അപ്പോൾ ചിന്ത കൊണ്ട് ആ ഇതിനൊക്കെ കാരണമായിട്ടുള്ള പരമാത്മാവ് ഒഴിച്ച് ബാക്കിയൊക്കെ അനശ്വരമല്ല, അല്ലെങ്കിൽ എല്ലാം പരമാത്മാവ് ഒഴിച്ചെല്ലാം നശ്വരമാണ് എന്ന് നമുക്ക് നല്ല ബോധ്യപ്പെടുമ്പോൾ മനസ്സ് ആ പരമാത്മാവിൽ തന്നെ ചെന്ന് അണയും, പിന്നെ എങ്ങോട്ടും പോവില്ല എന്ന്. അതാണ് മനസ്സിനെ ചിത്തവൃത്തി നിരോധത്തിനൊരു സൂത്രം പറഞ്ഞെടുക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ചിത്തവൃത്തി നിരോധം സാധിക്കുക എന്ന് പറഞ്ഞെടുക്കുകയാണ്. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. മനസ്സ് നിശ്ചലമായ പിന്നെ ഈ പ്രപഞ്ചമില്ല. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും മനസ്സിനെ നിശ്ചലമാക്കണം, ലയിപ്പിക്കണം. അതാണ് പറയണത്. അതായത് ഭഗവാനിൽ സ്നേഹവും വിശ്വാസവും ഉള്ളവരൊക്കെ ഭക്തി സാധന തന്നെ തുടരണം. അപ്പോൾ തന്നെ വൈരാഗ്യം ഉണ്ടാവും. കാലം കൊണ്ട് പതുക്കെ ഭഗവത് സ്വരൂപം പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോൾ ഭക്തി കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ എനിക്ക് വരുന്നുണ്ട് കേട്ടോ ഭഗവാൻ. അതെ, അപ്പോൾ എന്താ വെച്ചാൽ മനസ്സ് നിശ്ചലാക്കണം. അതാണ്. എന്നാൽ പിന്നെ പ്രപഞ്ചം ഇല്ലേ, ആ മനസ്സ് നിശ്ചലാക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ ഈ തത്വവിചാരം ചെയ്യുക. എങ്ങനെ ഈ സർവഭാവങ്ങളുടെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇതിനൊക്കെ കാരണം എന്താണ്? ആ പരമകാരണമായിട്ടുള്ള പരമാത്മാവെന്ന് എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി, നമ്മൾ സൃഷ്ടിയൊക്കെ കണ്ടുല്ലോ. പിന്നെ എങ്ങനെ ഭഗവാൻ ഈക്ഷണം ചെയ്യണു, തന്നുള്ളിൽ മയങ്ങിക്കിടക്കുന്ന മായയെ. അപ്പോൾ ഗുണങ്ങളുടെ പിന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ട് മഹത്തത്വം വേർപിരിയണു, മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടാവണു, അഹങ്കാരം മൂന്നായി പിരിയുന്നു അല്ലേ. പിന്നെയോ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് അധിഷ്ഠാന ദേവതകളും അന്ധകരണം ഉണ്ടാവണു, രജോഗുണാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയങ്ങളുണ്ടാവുന്നു. പിന്നെയോ
തമോ ഗുണത്തിൽ നിന്നാണ് പിന്നെ പഞ്ച തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, അങ്ങനെ ഇക്കണ്ട ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള വിവിധ ശരീരങ്ങൾ ഇതൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാലോ എന്ത് സാധനം ഉണ്ടായാലും കുറച്ചു കാലം നിൽക്കും, നശിക്കും ഈ പ്രപഞ്ചത്തിൽ. അതേപോലെ പ്രപഞ്ചം അതെ, ഈ നശ്വരമായ സാധനങ്ങൾ അടങ്ങിയ ഈ പ്രപഞ്ചം ഇതുപോലെ തന്നെയാണ്. ആദ്യം ഉണ്ടായി, കുറച്ചു കാലം നിന്നു, പ്രപഞ്ചം നശിക്കും. അപ്പം ഈ ഒരു പ്രതിഭാസത്തിനെ സർവ്വതാ മനസ്സിൽ മനസ്സിലാക്കി എത്ര നശ്വരമാണ്, ഇതിനുള്ള പരമകാരണമായ ആ ബ്രഹ്മം മാത്രമേ അനശ്വരമായിട്ടുള്ളൂ എന്ന് ബോധിച്ചിട്ട് നമ്മൾക്ക് നല്ല ബോധം വരുമ്പോൾ മനസ്സ് ചെന്ന ശരിക്കന്നെ ആ സത്യമായിട്ടുള്ള ഒരേ ഒരു വസ്തുവായിട്ടുള്ള പരമാത്മാവിൽ തന്നെ ചെന്ന് ഇരിക്കും. അത് അങ്ങനെയാണ് ചിത്തവൃത്തി നിരോധനത്തിനൊരു ഒരു ഉപായം പറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. സർവദാ ഈ സൃഷ്ടി സംഹാരങ്ങളെയും അതിൻ്റെ നശ്വരതയെയും ആലോചിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പരമകാരണമായിട്ടുള്ള ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്ന് ബോധ്യമാവുമ്പോൾ നമ്മുടെ മനസ്സ് ആ പരമകാരണമായ പരബ്രഹ്മത്തിൽ ലയിക്കും. അങ്ങനെയാണ് മനസ്സടങ്ങുകയെന്ന്. പിന്നെ ഈ 23 ചെയ്യുക, 22 വായിച്ചിട്ട്. സാഖ്യേന സർവഭാവാനാം പ്രതിലോമാനുലോമതഃ ഭവാപ്യയാവനുധ്യായൻ മനോ യാവത് പ്രസീദതി. അതായത് മനസ്സ് ഇങ്ങനെ നിശ്ചലായി തീരണ വരെ നിരന്തരം ചിന്തിക്കണം. അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇനി നിർവിർണസ്യ 23 നിർവിർണസ്യ വിരക്തസ്യ പുരുഷസ്യോക്തവേദിനഃ മനസ്ത്യജതി ദൗരാത്മ്യം ചിന്തിതസ്യാനുചിന്തയാ. 23 നിർവിണ്ണസ്യ ഈ സംസാരത്തിൽ വെറുപ്പുണ്ടാവുക, അതായത് വിരക്തിയോടും. നിർവിണ്ണസ്യ പറഞ്ഞാൽ വിരക്തിയോടും. പിന്നെ ആദ്യം വിരക്തസ്യ പറയണ്ട, സംസാരത്തിൽ വെറുപ്പും അതുകൊണ്ട് തന്നെ വിരക്തി എന്ന് വേറെ പറയണ്ട. സംസാരത്തിനുള്ള വെറുപ്പ് തന്നെയാണ് വിരക്തി, പക്ഷേ സംസാരത്തിലുള്ള വെറുപ്പും വിരക്തിയും ഭുക്തവേദിത ആയതിനാൽ ഗുരു ഉപദേശിച്ചതിനെ എപ്പോഴും ചിന്തിക്കുന്നവനും, അതായത് ഇത് വെറും നശ്വരാണെന്നേ, പുരുഷൻ്റെ ചിന്തിതസ്യ ഗുരുവിനാൽ പറഞ്ഞു തന്ന ചിന്തിച്ചതിനെ അനുചിന്തയ വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സ് ദൗരാത്മ്യം ദേഹാഭിമാനം ത്യജതി വിട്ടുകളയുന്നു. എന്താ പറഞ്ഞ വെച്ചാൽ ഈ നമുക്കിവിടെ കർമ്മം ചെയ്ത് ലഭിക്കുന്നത് മുഴുവൻ അനശ്വരമല്ല, അല്ലെങ്കിൽ നശ്വരമാണ്. കർമ്മം ചെയ്ത് നമുക്ക് എന്തുണ്ടെങ്കിലും കുറച്ച് നേരത്തേക്ക് അതുള്ളൂ, വളരെ ട്രാൻസിയൻ്റാണ്, അത് നശ്വരാണ് എന്ന് വിചാരിച്ച കർമ്മം ചെയ്യാൻ മടുപ്പ് വരിക. അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, നിഷ്ക്രിയനാവുക. പിന്നെ കർമ്മം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. എന്താ വെച്ചാൽ കർമ്മഫലങ്ങളൊന്നും ശാശ്വതമല്ല മനസ്സിലായി. അപ്പോൾ കർമ്മഫലങ്ങളിലും വിരക്തി വരും. നിഷ്കാമകർമ്മം ചെയ്യാൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാ കർമ്മങ്ങളും വേണ്ട തോന്നും. അപേക്ഷയോടുകൂടി എന്തായാലും ചെയ്യില്ല. അതായത് കർമ്മഫലങ്ങളിലൊക്കെ വിരക്തി വരും. എന്നിട്ടോ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സാധകൻ്റെ മനസ്സ്, അതായത് ഭഗവത് തത്വം മനസ്സിലായിട്ടുള്ള സാധകൻ്റെ മനസ്സ് പിന്നെയും ഈ ഗുരു ഉപദേശിച്ച ഈ ഭഗവത് തത്വം ചിന്തിക്കുന്ന, എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം വിരക്തി വന്നു. കർമ്മങ്ങൾ ചെയ്യണതിലൊന്നും അർത്ഥമില്ല, കർമ്മഫലങ്ങൾ ആഗ്രഹിക്കണതിന് അർത്ഥമില്ല. കാരണം എല്ലാം ഇല്ലാതെയാവും. ഈവൻ സ്വർഗം നരകം കൂടിയും ശാശ്വതമല്ല. അപ്പോൾ പിന്നെയും ഗുരു പറഞ്ഞില്ലേ ഒന്നേ ഉള്ളൂ സത്യം എന്ന്. അപ്പം അതിനെപ്പറ്റി തന്നെ പിന്നെയും വിരക്തിയും കൂടി വരുമ്പോൾ ശരിക്കും അത് ബോധ്യവും. അപ്പം അതിനെപ്പറ്റി തന്നെ എപ്പോഴും ചിന്തിച്ചിട്ട് പതുക്കെ ദേഹാഭിമാനവും ഇല്ലാതെയാവും. ഞാൻ ദേഹമാണെന്നുള്ള വിചാരവും ഇല്ലാതെയാവും. അതായത് ദേഹവും ജഡാണ് എന്നുള്ള ആ ബോധം വന്ന് ഞാൻ ആ അഖണ്ഡ ബോധരൂപം തന്നെയാണ് എന്ന് തോന്നും തോറും ദേഹാഭിമാനം വിടും. അപ്പോൾ എപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് തോന്നുക വെച്ചാൽ അപ്പോൾ കംപ്ലീറ്റ്ലി ദേഹാഭിമാനം പോയി. അപ്പം അതിന് ആദ്യം എന്താ വേണ്ടത്? നിഷ്കാമകർമ്മം ചെയ്യുള്ളൂ എന്നാവുക. എന്താ കാരണം? കർമ്മഫലങ്ങളിലൊക്കെ വിശ്വാസമില്ല. അപ്പോൾ നിഷ്കാമം കർമ്മം ചെയ്യുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിഷ്കർമ്മി തന്നെ ആവാം.
പിന്നെന്താ കർമ്മഫലങ്ങളിൽ വിരക്തി വരിക. അങ്ങനെ ആവുമ്പോഴാണ് ഈ ഗുരു ഉപദേശിച്ച ഭഗവത് തത്വം തെളിഞ്ഞ് വരും. അങ്ങനെ തെളിഞ്ഞു വന്നാൽ അതന്നെ പിന്നെ അത് തന്നെ ചിന്തിച്ച് കുറച്ച് കഴിയുമ്പോൾ ദേഹാഭിമാനം മുഴുവൻ ഇല്ലാതെ ദേഹത്തിലിരിക്കുമ്പോൾ തന്നെ ആ സാധകൻ ജീവൻ മുക്തനായിട്ട് ജീവിക്കും. അതായത് ദേഹത്തിലിരിക്കുമ്പോൾ തന്നെ ദേഹം വീഴുന്നത് വരെ അതിനെ സാക്ഷി മാത്രമായിട്ട് നോക്കിക്കാണും. അതായത് ആത്മാവ് തന്നെയായിട്ട് ആത്മൈക്യം കിട്ടിയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാണ്. നിർവിണ്ണസ്യ വിരക്തസ്യ, അതാണ് പിന്നെ എല്ലാറ്റിലും വിരക്തി വന്നാൽ പുരുഷസ്യോക്തവയ ദിനഹ. എന്നിട്ട് പിന്നെ ഈ ഗുരു പറഞ്ഞതൊക്കെ ആലോചിച്ച് മനനം ചെയ്ത് മനസ്ത്യജതി ദൗരാത്മ്യം. അങ്ങനെ പാകത വരുമ്പോഴാണ് ദേഹാഭിമാനം ദൗരാത്മ്യം, അതായത് ഞാൻ ദേഹാണെന്നുള്ള അഭിമാനം ചിന്തതസ്യാനുചിന്തയ പിന്നെയും ചിന്തിക്കുമ്പോൾ ആ ദേഹാഭിമാനം ഇല്ലാതെയാവും. യമാദിഭിർ യോഗപഥൈരാന്വീക്ഷിക്യ ച വിദ്യയാ മമാർച്ചോപാസനാഭിർവാ നാന്യർയോഗ്യം മനസ്മരേത്. 24. യമാദിഭി, യമനിയമം മുതലായ യോഗപഥൈഹി അഷ്ടാംഗയോഗത്തിലത്തെ മാർഗം കൊണ്ടോ ആന്വീക്ഷിക്യ വിദ്യയാച്ച ആത്മാനാത്മവിവേകം കൊണ്ടോ ഏതാണ് ആത്മാവ് ഏതാണ് അനാത്മാവ് എന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അതാണ് ദൃശ്യാദൃശ്യ വിവേകവും ആത്മാനാത്മവിവേകമൊക്കെ തന്നെയാണ്. മമ അർച്ചനോപാസിഭിർവ യോഗ്യം, എന്നെ അർച്ചിക്കുക ഉപാസിക്കുക ഇവകളാലോ ധ്യാനയോഗ്യനായ എന്നെ, യോഗ്യം വെച്ചാൽ ഞാൻ ധ്യാനത്തിന് അർഹനായ എന്നെ മനഃ സ്മരേത്, മനസ്സ ധ്യാനിക്കും, അന്യഹീന അല്ലാതെ അന്യമാർഗങ്ങളിൽ ധ്യാനിക്കില്ല. എന്താണ് ഇതിൽ പറഞ്ഞാൽ ഈ അഷ്ടാംഗയോഗത്തിലത്തെ അംഗങ്ങളായിട്ടുള്ള യമനിയമാദികൾ കൊണ്ടോ അത് കഴിഞ്ഞ് തത്വവിചാരം കൊണ്ടോ അല്ലെങ്കിൽ എന്നെ ആരാധിക്കുക ഭക്തി വഴി ശ്രവണം കീർത്തനം അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് ഭക്തി കൊണ്ടോ മനസ്സ് ധ്യാനിക്കാൻ എല്ലാ തരത്തിലും അർഹനായ ഈ പരമാത്മ സ്വരൂപത്തെ തന്നെ എന്നെ തന്നെ എപ്പോഴും സ്മരിക്കണം. എങ്ങനെയും ഒന്നുകിൽ അഷ്ടാംഗയോഗമൊക്കെ അനുഷ്ഠിച്ചിട്ടോ അല്ലാച്ച തത്വവിചാരം കൊണ്ടോ, അതായത് എന്താ അറിയോ മാർഗങ്ങൾ ഓരോന്ന് പറയുകയാണ്. ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം. ഭക്തിയാണെന്ന് വെച്ചപ്പോൾ ആരാധന, ശ്രവണം, കീർത്തനം അതൊക്കെ. എന്തുകൊണ്ടാണെങ്കിലും മനസ്സ് എന്നെ തന്നെ സ്മരിക്കണം. മറ്റൊന്നുകൊണ്ടും, അതായത് വേറൊന്ന് എപ്പോഴും എന്നിലാവണം മനസ്സ്. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. അത് മാത്രമേ ഇപ്പോൾ വഴിയുള്ളൂ. അല്ലാതെ അന്യമാർഗങ്ങളിലൊന്നും ഇത് എന്ത് മാർഗത്തിലാണെങ്കിലും എന്നെ തന്നെ ധ്യാനിക്കണം എന്ന് പറയാണ്. അതായത് അതല്ലാതെ അപ്പം ഏത് മാർഗമാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ഏത് മാർഗമായാലും എന്നെ തന്നെ എന്നെ തന്നെ എപ്പോഴും ചിന്തിക്കണം എന്ന് പറയാണ്. അതാണപ്പോൾ ഇതിന് പറഞ്ഞ, അതായത് പറഞ്ഞല്ലോ കുതിരക്കാരൻ വീണ്ടും കടിഞ്ഞാണ് മുറുക്കി അവനവനിഷ്ടമുള്ള ദിശയിൽ ആക്കില്ലേ, അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പറയാണ് നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താ, സർവം ബ്രഹ്മമയം എന്നുള്ള അദ്വൈതാനുഭവം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ആത്മാനാത്മവിവേകം കൊണ്ടും തത്വവിചാരം കൊണ്ടും ഈ പലതായിട്ട് കാണുന്ന പ്രപഞ്ചങ്ങളെല്ലാം നശ്വരമാണെന്നും എന്ന് നമ്മളെ എപ്പോഴും വിചാരിച്ചും കൊണ്ടേയിരിക്കണം. അങ്ങനെ വിഷയവിരക്തി വരുമ്പോഴാണ് ആത്മജ്ഞാനാനുഭവം ഉണ്ടാവണം എന്ന് പറഞ്ഞുല്ലോ ഇല്ലേ. അപ്പം പിന്നെ നമുക്ക് എപ്പോഴും ആ അദ്വൈത ചിന്തയാവും. അപ്പം യമം നിയമം, ഒന്നുകിൽ യമം നിയമം എന്നായിട്ടുള്ള യോഗാനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ, തത്വവിചാരം ഇതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഭക്തിമാർഗത്തിൽ ആരാധന, ശ്രവണം, കീർത്തനം ഇതുകൊണ്ടൊക്കെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ നമ്മൾ ഈ സത്യത്തിനെ ഉറപ്പിക്കാൻ പറ്റും. അതായത് അഖണ്ഡബോധരൂപം മാത്രമേ ഉള്ളൂന്നേ. അതോ ഏത് വഴിയിലായാലും വേണ്ടില്ല, ഈ എൻ്റെ പരമാത്മസ്വരൂപത്തിനെ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. ഏത് വഴി എടുത്താലും, അല്ലാതെ വഴിയില്ല എന്ന്. ഏത് വഴിയാണെങ്കിലും എൻ്റെ സകല സ്വരൂപമോ നിർഗുണസ്വരൂപമായിട്ടുള്ള ബ്രഹ്മോ
നിർഗുണമായിട്ടുള്ള നിർഗുണ ബ്രഹ്മത്തിനെയോ സകളമായിട്ടുള്ള കൃഷ്ണനായിട്ടോ രാമനായിട്ടോ ശിവനായിട്ടോ എന്തായാലും വേണ്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒന്നിൽ ഏതെങ്കിലും ഒരു വഴി പ്രകാരം ഒന്നുകിൽ യോഗം അഷ്ടാംഗ യോഗമൊക്കെ അനുഷ്ഠിച്ച്, അല്ലെങ്കിൽ തത്വവിചാരം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഭക്തിയോട് കൂടിയിട്ട് ആരാധിച്ചിട്ട്, എങ്ങനെയായാലും വേണ്ടില്ല എൻ്റെ നിർഗുണബ്രഹ്മമോ സകളബ്രഹ്മമോ സകള ആയിട്ടുള്ളതോ ഏതെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിൽ അതേ വരാൻ പാടുള്ളൂ. എപ്പോഴും എന്നെ തന്നെ ധ്യാനിക്കണം. അങ്ങനെയാകുമ്പോഴേ ജ്ഞാനം കിട്ടുള്ളൂ. യമാദിഭിർ യോഗപഥൈരന്വീക്ഷിക്യാ ച വിദ്യയാ മമാർച്ചോപാസനാഭിർവാ നാന്യേർയോഗ്യം മനസ്മരേത്. ഇനി 25. യദി കുര്യാത് പ്രമാദേന യോഗീ കർമ്മ വിഗർഹിതം യോഗേനൈവ ദഹേദംഹോ നാന്യത്തത്ര കദാചന. 25. യോഗി സാധകൻ പ്രമാദേന, അതായത് പ്രമാദം എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടേ, വിഗർഹിതം കർമ്മ നിന്ദ്യമായ കർമ്മത്തിനെ കുര്യാദിയതി ചെയ്തു വെച്ചാൽ, അറിയാതെ ആ മാർഗത്തിൽ ചരിക്കുമ്പോൾ ഏത് മാർഗ്ഗമാണെങ്കിലും ഭക്തിമാർഗ്ഗമാണെങ്കിലും ജ്ഞാനമാർഗ്ഗമാണെങ്കിലും പിന്നെ എന്താണ് ഈ യോഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഏത് മാർഗ്ഗമാണെങ്കിലും അതിൽ തെറ്റ് ചെയ്തു വെച്ചാൽ തദ് അംഹ ആ പാപത്തിനെ യോഗാഭ്യാസം കൊണ്ട് അതുകൊണ്ട് തന്നെ ബഹേദ് നശിപ്പിക്കേണ്ടതാണ്. തത്ര ആ വിഷയത്തിൽ അന്യത് വേറെ പ്രായശ്ചിത്തം കഥാചന ഒരിക്കലും ചെയ്യരുത്. എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധകൻ അധ്യാത്മ സാധകൻ എന്തെങ്കിലും തെറ്റു അല്ലെങ്കിൽ പ്രമാദം കൊണ്ടെന്നൊക്കെയാണല്ലോ അപ്പോൾ ഇത് പറഞ്ഞത്. അതായത് മനസ്സിനൊരു വിഭ്രമം വന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ ആ പാപത്തിനെ ഈ യോഗാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനാഭ്യാസം കൊണ്ട് തന്നെ ദഹിപ്പിക്കണം, അല്ലാതെ വേറൊരു പ്രായശ്ചിത്തത്തിന് പോവരുതെന്ന്. അതെന്താ പറയണമെന്ന് വെച്ചാൽ ഈ നിത്യം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ പോകുന്നതാണെങ്കിൽ വളരെ നല്ലതായി. അതായത് ആരെ ഉപദ്രവിക്കുക, ഒന്നും ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ ഉണ്ടല്ലോ അഹിംസ, അങ്ങനത്തെ അതൊക്കെ തീർച്ചയായിട്ടും എന്തായാലും തെറ്റാണ്. അപ്പോൾ മറ്റേ നമ്മൾ ചെയ്യണതിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയ സാരമില്ല. പ്രായശ്ചിത്തങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി, ഞാൻ അതിന് പകരം ഞാൻ കുറച്ചും കൂടി ഭക്തിയോഗത്തിലാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രാവശ്യം ചെല്ലാം, അല്ലെങ്കിൽ തത്വവിചാരത്തിലാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് പിന്നെയും മനസ്സിനെ ഉറപ്പിക്കാം. അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം അങ്ങനെയൊക്കെ ആണെങ്കിൽ യോഗാനുഷ്ഠാനം തെറ്റിച്ചാൽ തിരിച്ച് നന്നായിട്ട് വേണ്ട പോലെ ചെയ്ത് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണല്ലോ പ്രായശ്ചിത്തം. അങ്ങനെ പ്രായശ്ചിത്തങ്ങളൊക്കെ ഗുണമാണ്. ഇതെല്ലാം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രായശ്ചിത്തം ഇല്ലാതെ പാപശാന്തി വരാൻ വിഷമാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു നമ്മളൊരു തൽക്കാലത്തെ മാനസിക ഭ്രമം കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ തന്നെ ആ പാപത്തിന് നമ്മൾ ഏത് മാർഗത്തിലാച്ചാൽ അതിലത്തെ സാധനങ്ങളെ കൊണ്ട് തന്നെ ആ പ്രായശ്ചിത്തം ചെയ്ത് ആ പാപത്തിനെ ദഹിപ്പിക്കണം, അല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത്. അപ്പോൾ 26 കൂടിയും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. 26 കൂടി ഞാൻ ചെയ്യാൻ നോക്കാം. പറ്റും, 26 കൂടി ചെയ്യാം. അപ്പോൾ യദി കുര്യാത് പ്രമാദേന യോഗി കർമ്മ വിഗർഹിതം യോഗേനൈവ ദഹേദംഹോ നാന്യ തത്ര കദാചന. യോഗാഭ്യാസം കൊണ്ട് അതിനെ ദഹിപ്പിക്കാം പാപത്തിനാണ്. സ്വേധികാരേ യാ നിഷ്ഠാ സ ഗുണ പരികീർത്തിത കർമ്മണം ജാത്യശുദ്ധാനാം മനേന നിയമകൃത ഗുണദോഷവിധാനേന സംഘാനാം ത്യാജനേച്ഛയാ. 26 3 ലൈനാണ് കേട്ടോ. സ്വേ അധികാരേ, അതായത് അവനവൻ്റെ അധികാരത്തിൽ യാ നിഷ്ഠ, എന്താണ് നമ്മളെ ഇതിൽ വെച്ചാൽ അതിൽ തന്നെ സ്ഥിരമായിരിക്കുക, നിഷ്ഠയായിരിക്കുക എന്നൊന്നുണ്ടോ? സഹ ഗുണ, അതുതന്നെയാണ് പരികീർത്തിത ഗുണം എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. ജാത്യശുദ്ധാനാം, അതായത് തുടക്കത്തിൽ നിന്ന് തൊട്ട് അശുദ്ധങ്ങളായ കർമ്മണം ഉണ്ടാകുന്ന പ്രവൃത്തി കർമ്മങ്ങൾക്ക് അനേന ഗുണദോഷവിധാനേന, ഈ ഗുണദോഷങ്ങളെ ഉപദേശിക്കുന്നതിനാൽ സംഘാനം, അതായത് വിഷയങ്ങളോടുള്ള സംഘങ്ങളെ
ത്യാജേന വിട്ടുകളയിക്കണം എന്ന ചിന്തയാൽ കൃതഃ നിയമം ചെയ്തിരിക്കുന്നു. എന്താണെന്നതിൽ പറഞ്ഞാൽ സ്വേ സ്വേ അധികാരേ, അതാത് അധികാരങ്ങൾക്ക് അതാതിലുള്ള നിഷ്ഠ അല്ലേ, ഓരോ ഭാഗത്തിൽ ഓരോ ഇതിലിരിക്കുന്നവർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ നിഷ്ഠയാണ്. അതാത് അധികാരങ്ങൾക്ക് അതാതിലുള്ള നിഷ്ഠയാണ് ഗുണം എന്ന് പറയണത്. പിന്നെയോ ഈ സംഘങ്ങളെ, അതായത് എല്ലാ വിഷയസംഘങ്ങളെ ഇല്ലാതാക്കാനുള്ള ആഗ്രഹം കൊണ്ട് അയ്യോ ഇത് നല്ലതാണ്, ഇത് ദോഷം, ഇങ്ങനെ പിന്നെ നമ്മൾ പറ്റുന്ന അത്ര ദോഷകർമ്മങ്ങളെ ചുരുക്കിക്കൊണ്ടുവരണം. അതായത് പിന്നെ ഒരു സാധകന് പിന്നെ ഫലാപേക്ഷയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നതാണ് അശുദ്ധി. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്രമേണ അതിന്ന് മുക്തി നേടാനായിട്ട് ഒരു 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 ഇതുണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ചീത്ത കർമ്മങ്ങളാണ്, ദോഷം ആണ്, ഇതൊക്കെ ഗുണകർമ്മങ്ങളാണെന്ന് വിഭജിച്ചിരിക്കുന്നത്. ശരിക്കും ഗുണവും ദോഷവും ഒന്നും ഇല്ല ഒരു ലെവലിൽ മീതെ പോയാൽ. പക്ഷെ ആ ലെവലിൽ എത്തണ വരെ നമുക്ക് ഗുണവും ദോഷവും കണ്ട് ദോഷങ്ങളെ വർജിക്കുകയും പിന്നെ ഗുണങ്ങളെ സ്വീകരിക്കുകയും വേണേ ആ ഒരു ലെവലിൽ എത്തുന്നവരെ. അത് കഴിഞ്ഞതിന് ശേഷമാണോ ഗുണവും ദോഷവും ത്തിനും അതീതമാവണം നമ്മൾ. ഗുണവും ദോഷവും ബാധിക്കാത്തൊരവസ്ഥ എത്തണ വരെ ഗുണദോഷ വിഭജനം കണ്ട് ദോഷങ്ങളെ വർജിക്കുകയും ഗുണങ്ങളെ അംഗീകരിക്കുകയും വേണമെന്നാണ് പറയണത്. അതുകൊണ്ട് അതിന്ന് നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് കയറാനായിട്ട് ഒരു വ്യവസ്ഥ ചെയ്തതാണ് ഗുണദോഷങ്ങളെ കാണുന്നത്. അല്ലാതെ പിന്നെ ശരിക്ക് അശുദ്ധങ്ങളായ കർമ്മങ്ങൾ ഒരിക്കലും ഗുണാവില്ല. അതായത് വേദങ്ങൾ പറയണതൊക്കെ മോക്ഷമാർഗത്തിലേക്കുള്ള വഴികളാണ്. അതുകൊണ്ട് ഒരു യോഗി, ഒരു സാധകൻ സ്വന്തം അധികാരം അനുസരിച്ചിട്ട് അതായത് ആ യോഗത്തിൽ നിന്ന് മാറിപ്പോരുതെന്ന്, അതാണ് ഇപ്പോൾ ഇതിൽ പറയണത്. അതായത് ഇപ്പോൾ ഒരു തെറ്റ് പറ്റിച്ചാൽ അതുവരെ തിരഞ്ഞെടുത്ത മാർഗത്തിൽ തന്നെ സാധന കൊണ്ട് ആ തെറ്റിനെ തിരുത്താൻ നോക്കുക. അല്ലാതെ ഞാൻ യോഗാനുഷ്ഠാനിച്ചു, എൻ്റെ തെറ്റി, ഞാൻ ഭക്തിമാർഗത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ തത്വവിചാരം ചെയ്ത് ജ്ഞാനമാർഗത്തിലേക്ക് വേണം, അങ്ങനെ ചെയ്യല്ല വേണ്ടതെന്നാണ് പറയണത്. ഏത് മാർഗത്തിലാണെന്ന് വെച്ചാൽ തെറ്റ് പറ്റാം ആർക്ക് വേണമെങ്കിൽ. പക്ഷെ ആ തെറ്റ് പറ്റിയാൽ അതിനെ എന്ത് ചെയ്യണം, അതേ മാർഗത്തിൽ തന്നെ പിന്നെ തുടർന്നിട്ട് ആ തെറ്റിനെ തിരുത്താൻ നോക്കണം. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ അറിയാതെ ഒരു സാധകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഏത് യോഗത്തിലാണ് വെച്ചാൽ ആ യോഗം കൊണ്ട് തന്നെ അത് പരിഹരിക്കണം. മറ്റ് പരിഹാര മാർഗങ്ങളൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല. എന്തായാലും മനസ്സുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിത്തവൃത്തി നിരോധം, എപ്പോഴും ചിത്തത്തിൽ ഭഗവാൻ ഉണ്ടാവണമാണ് യോഗം. അപ്പോൾ സ്വധർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അശുദ്ധി ഉണ്ടെന്ന് വന്നാൽ പോലും അതൊക്കെ യോഗാഭ്യാസം കൊണ്ട് തന്നെ നമുക്ക് പരിഹരിക്കാം. അതേപോലെ തന്നെ തത്വം വിചാരം ചെയ്ത് സത്യം എന്താണെന്ന് ഉറപ്പ് വന്നാൽ എല്ലാ കർമ്മങ്ങളിലും നമുക്ക് വിരക്തി വരും ചെയ്യും. പതുക്കെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ദുഃഖത്തിൽ ചെന്ന് അവസാനിക്കുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് പതുക്കെ ഈ ദുഃഖം മാത്രം നൽകുന്ന ആഗ്രഹങ്ങളൊക്കെ കുറേശ്ശുള്ളപ്പോഴും അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും നമ്മൾ അതിനെ ഉപേക്ഷിക്കാൻ ഇത് വേണ്ട അങ്ങനെ നമ്മൾ നല്ല ദൃഢമായിട്ട് ഉള്ള ഈശ്വര മാർഗത്തിൽ തന്നെ പോകണം. അതായത് ഇങ്ങനെ ഉള്ള ഒരു മാർഗം അവലംബിക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ പതുക്കെ അതിങ്ങനെ മുഴുവനും ഒന്നിച്ച് വിട്ടുപോയില്ലെങ്കിലും പതുക്കെ വിട്ടുപോകും. അതുകൊണ്ടാണ് പറയണത്, നമുക്ക് മുഴുവൻ വിട്ടുപോകുന്നത് വരെ ശരിയും തെറ്റും ഗുണവും ദോഷമൊക്കെ കണ്ട് ദോഷങ്ങളെ വർജിക്കുകയും ഗുണങ്ങളെ സ്വീകരിക്കുകയും ചെയ്ത് നമ്മൾ ഏത് മാർഗത്തിലാണ് സഞ്ചരിക്കണം വെച്ചാൽ അത് തന്നെ നമ്മുടെ ധർമ്മം അനുസരിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാനാണ് പറയണത്. അതായത് യോഗിക്ക് ഒരു സാധകന് സ്വന്തം അധികാരം അനുസരിച്ച് യോഗത്തിൽ തന്നെ വർത്തിക്കണതാണ് നല്ലത്. വേറെ എന്തെങ്കിലും ചെയ്ത് പ്രായശ്ചിത്തം
ചെയ്യല്ല വേണ്ടത്, അതിൽ തന്നെ നിന്ന് അതിന് പാപത്തിനെ നശിപ്പിക്കാനുള്ള ഇത് ചെയ്യണം വേണ്ട എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിർത്താം, 26 വായിച്ച് നിർത്താം. സ്വേ സ്വേധികാരേയ നിഷ്ഠാസ ഗുണഃ പരികീർത്തിത കർമ്മണം ജാത്യശുദ്ധാനാം അനേന നിയമകൃത ഗുണദോഷ വിധാനേന സംഘാനാം ത്യാജനേച്ഛയ. ഗുണദോഷങ്ങളെ കണ്ടിട്ട് നമ്മൾ ഈ സംഘങ്ങളെ കുറയ്ക്കണം എന്ന് പറഞ്ഞ് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.